ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ചാവക്കാട് എടക്കഴിയൂരുള്ള ഒരു ഫാം വില്ല എന്ന് പറയുന്ന ഒരു ചിൽഡ്രൻസ് ഫാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ 10 മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള ഇതിൻ്റെ എൻട്രി ഉള്ളത്. പിന്നെ എൻട്രി ടിക്കറ്റ്സ് ഉണ്ട്, ഫ്രീ എൻട്രി അല്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് വേണ്ടത്. ആക്ച്വലി ഇതൊരു ചിൽഡ്രൻസിന് പറ്റിയൊരു അവരുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് ഒക്കെ പറ്റിയ അനിമൽസൊക്കെ ഉള്ളൊരു പാർക്കാണ്. ചാവക്കാട് എടക്കഴിയൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളൊരു നല്ല അടിപൊളി സെറ്റപ്പാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരുപാട് അനിമൽസ് ഉണ്ട്. ഫാം അനിമൽസ് ഉണ്ട്, അല്ലാത്ത ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള വൈൽഡായിട്ടുള്ള അനിമൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പം ഒട്ടകത്തിനെയും എന്താ പറയുക, ഒരു തൊഴുത്തിൽ ഒട്ടകത്തിനെയും എന്താ പറയുക കുതിരനെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഈ പോണ്ടാണ്, ഈ കുളം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ചെറിയൊരു ഹട്ടൊക്കെ ആയിട്ട് അതിൽ കറുത്ത നിറത്തിലുള്ള അരയന്നങ്ങളൊക്കെ ആയിട്ട് ആ കുളത്തിൽ നിറച്ച് പച്ച കളറിൽ ഇങ്ങനെ പൂപ്പലല്ല പായൽ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കൊളോണിയൽ സ്റ്റൈൽ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഹട്ടും അതിന് മുന്നിൽ പിന്നെ കുളക്കായിട്ട് ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു ഹട്ടൊക്കെയാണ്. അവിടെ ഫോട്ടോസ് എടുക്കാനുള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളി ഫോട്ടോസ് പിക്ചേഴ്സൊക്കെ ആ ഏരിയയിൽ നിന്ന് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള, പിന്നെ അവിടെ തന്നെ ഒരു കഫ്റ്റീരിയ പോലെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. പല കളറുള്ള കോഴികളെ കാണുന്നത് നമുക്ക് നടക്കും തോറും ഇങ്ങനെ ഓരോ അനിമൽസിനെ കണ്ടുകൊണ്ടിരിക്കും. അത്യാവശ്യം ഈ വൈൽഡ് അനിമൽസ് ഫാം അനിമൽസൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ചെറിയ മണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ പോകുമ്പോൾ നമുക്ക് ഈ ചെറിയതായിട്ടുള്ള റാബിറ്റും കാര്യങ്ങളും മുയലും പലതരത്തിലുള്ള മുള്ളൻ പന്നികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് അനിമൽസിനെ, അതായത് പിന്നെ പ്രശ്നമില്ലാത്ത അനിമൽസിനെ കയ്യിലെടുക്കാം, പ്രശ്നമുള്ള അനിമൽസിനെയും കയ്യിലെടുക്കാം, പോയ്സണസ് ആയിട്ടുള്ള അനിമൽസിനെയും കയ്യിലെടുക്കാനുണ്ട്. എല്ലാം വാക്സിനേറ്റഡ് ആണ്. സോ നമുക്ക് സേഫായിട്ട് കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും കയ്യിലെടുക്കാം. അത് അറ്റാക്ക് ചെയ്യുമൊന്നുമില്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ കണ്ട പാമ്പ്, കറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കറുപ്പ് കളറുള്ള ഒരു പാമ്പാണിത്. പലരും പാമ്പിനെടുത്ത് കഴുത്തിലിടുന്നുണ്ട്. നല്ല വലുപ്പമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല പോയ്സണസ് ആയിട്ടുള്ള സ്നേക്കാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാനൊന്നും കഴുത്തില്ല, ഞങ്ങളുടെ കൂടെ വന്ന അജാസ് അത് എടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. എനിക്കെന്തോ ധൈര്യം പോരാ. എൻ്റെ കഴുത്തിലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അനുവദിച്ചില്ല. പാമ്പ് നല്ല വലുപ്പമുണ്ട്. എനിക്കെന്തോ ഈ അനിമൽസിനെ നമ്മൾ ദേഹത്തോട്ട് തൊടുമ്പോൾ എനിക്കെന്തോ ഒരു ഇതുപോലെയാണ്. എന്തപ്പോൾ ഇതിന് വേർഡ് പറയാൻ എക്സാക്റ്റ് അറിയില്ല. ഇത് വവ്വാലാണ്. ഇതൊക്കെ ഓരോരുത്തരം അനിമൽസ്. എനിക്ക് എക്സാക്റ്റ് എന്താ അണ്ണാങ്കുഞ്ഞോ അങ്ങനെ എന്തോ ആണ് സംഭവം അത്. അപ്പോൾ അതിനെല്ലാം അജാസ് ഞങ്ങളുടെ കൂടെ വന്ന ആളാണ്. അപ്പോൾ പാമ്പിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഇതെടുത്ത് കഴുത്തിലിടാൻ ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ അത് കാണാനും അതൊരു ഉത്കണ്ഠയാണല്ലോ എല്ലാവർക്കും. പിന്നെ ടർക്കി കോഴി, അങ്ങനെ ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. ലിസാർഡ് ഇഷ്ടം പോലെ ഉണ്ട്. വലിയ കളറുള്ള ലിസാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കോഴിക്ക് അവർ മരുന്ന് കൊടുക്കുകയാണ്, സിറിഞ്ചിലാക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം ഇതാക്കിയിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളുണ്ട്. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ചായ എന്താ കുടിക്കുക റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പാരറ്റുകളാണ്, തത്തകളുണ്ട്. പിന്നെ ഇത് കിളിയുടെ കൂടാണ്. കിളിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലവ് ബേർഡ്സ് നമ്മുടെ മേത്ത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവർക്ക് നമ്മുടെ കയ്യിൽ അവർക്ക് കൊടുക്കാതെ തീറ്റ തരും. അപ്പോൾ കൈ നീട്ടി പിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ അവർ വന്നിരിക്കും. എൻ്റെ മക്കളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. എനിക്ക് എന്തോ ധൈര്യമില്ല. എനിക്ക് ദേഹത്ത് അനിമൽസ് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. പലരും അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, ഈവൻ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. പക്ഷെ അത് മുതുകത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു നമുക്ക് ഇക്ലി ആവുന്ന പോലെ ഉണ്ടാകുമായിരിക്കും. തലയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അതാക്കുമ്പോൾ സംഗതി എന്തായാലും നല്ല രസമാണ്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻറ്റാണ്. ഈവൻ വലിയ ആളുകൾക്കായാലും അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ടിക്കറ്റ്സ് നിങ്ങൾ ഫാമിലിയും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. ഓസ്ട്രിച്ചാണിത്, ഒട്ടകപ്പക്ഷി അതുണ്ട്. പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഹോൺ ബെല്ലടിക്കുന്ന പോലത്തെ ഒരു കിളി, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കിളി. അതിങ്ങനെ അത്യാവശ്യം സൈസും ഉണ്ട് കാണാൻ. എന്തൊരു സൗണ്ടായിരുന്നു അറിയോ കിളിയുടെ. അങ്ങനെ ആദ്യത്തെ ഒരു കിളിയുടെ സൗണ്ട് ഇത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ട് ഞാൻ കേട്ടത്. ഒട്ടകപ്പക്ഷി ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പലതരം കോഴികളുണ്ട്. അതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. ഇത് നിറച്ച് വൈകുന്നേരമായപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേരമായപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ ആ പാമ്പിൻ്റെ സെക്ഷനിലാണ് കുറേ ആളുകൾ. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ട്. അവർ നമുക്ക് തീറ്റ തരാൻ നമ്മൾ തീറ്റ തരും, നമ്മളതിൽ കയ്യിലിങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് ഇട്ട് കൊടുക്കല്ലേ, കൈ അതിലിങ്ങനെ വെച്ച് കൊടുക്കുക. തീറ്റി വെച്ചിട്ട് വെള്ളത്തിൽ കൈ ഇട്ട് കൊടുത്താൽ മീൻ നമ്മുടെ കയ്യിൽ വന്ന് കൊത്തും. അപ്പോൾ എക്സാക്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്പാ ആണ്, മസാജ് ചെയ്യുന്ന പോലെയാണ്. മീൻ നമ്മൾ വന്ന് കുത്തിയിട്ട്
ഇക്കിളി സഹിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഞാനിതൊരു മുന്നേ ഒരു വട്ടം കാലിട്ട് കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ ഉള്ളിലേക്ക്. ശരിക്കും മസാജിങ് പോലെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവിടെയും ഞാനും ഒന്നും ഇടാൻ പോയില്ല. എൻ്റെ ചെറിയ മോള് മീനിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോയത് ഫാം അനിമൽസിൻ്റെ അങ്ങോട്ടാണ്. അതായത് ആടും പശുവും ഒക്കെ പല രാജ്യത്തു നിന്നുള്ള, അതായത് നോർമലി നമ്മുടെ ഇന്ത്യൻസ്, അതായത് കേരളത്തിലൊന്നും കാണാത്ത രീതിയിലുള്ള പിന്നെ ആടും പശുവൊക്കെ ഉണ്ട്. പിന്നെ നല്ല അരയണകൾ, നന്നായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാം നല്ല ഭംഗിയുണ്ട് കാണാൻ. താറാവും ഒരു തലയിലെ മുകളിൽ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. മഴ ആയ കാരണം നമുക്കതിനൊന്നും പറ്റില്ല. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞ് മഴയൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നടന്ന് കാണാനാണെങ്കിൽ 2 മണിക്കൂറൊക്കെ പതുക്കെ നടന്ന് ഇങ്ങനെ കണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്തിട്ട് വരാം. നല്ല രസമാണ്. അപ്പോൾ കാണാനുള്ളവരൊക്കെ പോയി കാണുക. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്ളോഗ് അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക.